അപ്പം ഞാൻ ഇന്ന് പോകാൻ പോകുന്നത് ആഗ്രയിലെ താജ് മഹോത്സവം കാണാനാണ്. എന്ന് വെച്ചാൽ കൊല്ലത്തിലൊരിക്കൽ മാത്രം 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ്. മീൻസ് നമ്മുടെ നാട്ടിലെ ഫെസ്റ്റൊക്കെ പോലെ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ എല്ലാ കലാരൂപങ്ങളും കലകളും എല്ലാം ചേർത്തിണക്കിയിട്ട് ഫോറിനേഴ്സിന് ഇന്ത്യയെ നല്ലോണം പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ഉത്സവമായിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ആഗ്ര എന്ന് കേട്ടാൽ ഈ ഓർമ്മ വരുന്നൊരു സാധനമാണ് താജ്മഹൽ. താജ്മഹൽ എന്താണെന്നും അതിൻ്റെ കഥകളും എല്ലാവർക്കും അറിയാം. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വേണം ചുരുക്കി പറയാം. ആഗ്രയിലെ രാജാവായ ഷാജഹാൻ്റെ ഭാര്യ മുംതാസിൻ്റെ മരണശേഷം മുംതാസിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഷാജഹാൻ നിർമ്മിച്ച ഒരു കൊട്ടാരമാണ് താജ്മഹൽ. ഇപ്പോൾ ടൂർ പാക്കേജായിട്ടും എല്ലാവരും ഇപ്പോൾ ആഗ്ര വന്ന് താജ്മഹലും ഡൽഹിയൊക്കെ പോയിട്ട് കറങ്ങുന്നുണ്ട്. അപ്പോൾ ഫോറിനേഴ്സ് ആയിക്കഴിഞ്ഞാലും നമ്മുടെ കേരളക്കാരായിക്കഴിഞ്ഞാലൊക്കെ, കാരണം ലോക അത്ഭുതങ്ങളിൽ ഒന്നാണല്ലോ ഈ താജ്മഹൽ. കാണേണ്ടത് തന്നെയാണ്. ഒരിക്കലും അതൊരു ഫോട്ടോയിലൂടെ കണ്ടാലോ ഒന്നും അത് എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല. ഈ അത്ഭുതം നമ്മുടെ കണ്ണിലൂടെ കാണുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. അതിനുള്ള ഭാഗ്യം എനിക്കിപ്പോൾ 2 തവണ കിട്ടി. ഇനിയും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇനി ഇതൊക്കെ ആഗ്ര താജ്മഹലൊക്കെ കാണാൻ വരുന്നവർ ഈ താജ് മഹോത്സവം കൂടി ഒന്ന് കാണാൻ ശ്രമിക്കണം. ഇത് എല്ലാ കൊല്ലവും ഫെബ്രുവരിയിലാണ് അധികം നടക്കാറ്. ChatGPT അല്ലെങ്കിൽ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ നമുക്കിതെപ്പോൾ നടക്കുന്ന ഡേറ്റ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതും കൂടി വന്ന് കാണാമെങ്കിൽ നമുക്ക് ശരിക്കും നമുക്ക് ഇഷ്ടപ്പെടുന്നതും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതും പണ്ടുള്ളതായിട്ടുള്ള ഈ ഹാൻഡിക്രാഫ്റ്റഡ് ഐറ്റംസ് വുഡിൻ്റെ ഒക്കെ കാണാൻ പറ്റും. പിന്നെ നാട്ടിലൊക്കെ അടിപൊളി വീടൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടു സാധനം കൊണ്ട് നിറയ്ക്കുക. കാരണം അങ്ങനെ വർഷങ്ങൾ തോറും അത് ബോറായിപ്പോകുന്ന ഒന്നായിരിക്കില്ല. വർഷങ്ങൾ തോറും അത് കാണാൻ ചന്തമുള്ള സാധനങ്ങളാണ്. കാരണം ഇതൊക്കെ നിങ്ങൾ നോക്കുക, വീട്ടിൻ്റെ സൈഡിൽ ഫ്ലവർ പോട്ടായി കഴിഞ്ഞാലും ടീപ്പോയ്സ് ആയാലും കപ്പ് ഭരണി ഒക്കെ നമ്മൾ പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതൊക്കെ കാണാൻ ഭയങ്കര ആഘോഷമായിരിക്കും. നമുക്ക് പിന്നെ വീടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ കാണാൻ വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിലും വീടില്ലാണ്ട് എന്തിനാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഒന്നും വാങ്ങിയില്ല കേട്ടോ. ചെറിയ കുട്ടിക്ക് കളിക്കാനുള്ള ടോയ്സും പിന്നെ ചെറിയ മറ്റേ ഷോക്കേസിലെല്ലാം ഐറ്റംസ് ഉള്ളത് അതൊക്കെ വാങ്ങിയിട്ടുള്ളൂ. പക്ഷെ നമ്മളിങ്ങനെ നോക്കിയിട്ട് കൊതിച്ചുകൊണ്ട് പറയും, ഒരു നാൾ നമ്മൾ വീട് എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ വന്നിട്ട് സാധനം എടുക്കാം കേട്ടോ എന്നൊക്കെ പറയും. പക്ഷെ അറിയില്ല, ഹോപ്പ് അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കാണി. ഇതൊരു വീഡിയോ കൊണ്ട് തീരുന്ന ഒരു സാധനമല്ലേ താജ് മഹോത്സവം. അതിൽ കൊടുത്ത സാധനങ്ങളൊക്കെ ഡ്രസ്സും കാര്യങ്ങളും ചെരുപ്പും ഒക്കെ എനിക്ക് കുറേ ഉണ്ട് കാണാൻ. എനിക്ക് ഒറ്റ വീഡിയോ കൊണ്ട് ഒരു ഷോർട്സ് കൊണ്ട് ഇത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരാം.